നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡേ 27 ആണ്. നമ്മളിന്ന് നാട്ടിൽ തിരിച്ചെത്തുകയാണ്. അതിൻ്റെ സന്തോഷം വളരെയേറെയുണ്ട്. സേലത്തു നിന്ന് രാവിലെ തന്നെ യാത്ര നമ്മൾ തിരിച്ചിട്ടുണ്ട്. 27 ദിവസമെടുത്തു നമ്മൾ കന്യാകുമാരിയിൽ നിന്ന് ലഡാക്ക് വരെ എത്താനായിട്ട്. കന്യാകുമാരി എന്ന് ഞാൻ പറയാൻ കാരണം നമ്മൾ ഓൾമോസ്റ്റ് കന്യാകുമാരിക്ക് അടുത്ത് നിന്നാണ് പോകുന്നത്. അവിടെ നിന്ന് ജസ്റ്റ് ഒരു 60 കിലോമീറ്റേഴ്സൊക്കെ ഉണ്ടാകത്തുള്ളൂ കന്യാകുമാരി വരെ. അപ്പോൾ കന്യാകുമാരിയിൽ നിന്നും ലഡാക്ക് വരെയുള്ള യാത്ര പോയിട്ട് തിരിച്ച് വരാൻ ഞങ്ങൾ കറക്റ്റ് 27 ഡേയ്സ് എടുത്തു. ലഡാക്കിൽ വേണ്ട രീതിയിൽ എക്സ്പ്ലോർ ചെയ്തിരുന്നെങ്കിൽ മേ ബി അത് 30 ഡേയ്സ് ആയാൽ ഒരു 2 ദിവസം കൂടി ലഡാക്ക് നിൽക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഹെൽത്ത് അതിന് അനുവദിച്ചില്ല. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു വന്നു. സോ 27 ഡേയ്സാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ രാവിലെ എഴുന്നേറ്റു, യാത്ര തിരിച്ചു. 8 മണിയൊക്കെ ആയിട്ടോ നമ്മൾ ഇറങ്ങിയപ്പോഴേക്കും. എന്നിട്ട് തൊട്ടടുത്തുള്ള ഒരു നല്ല വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ കയറി. കഴിഞ്ഞ ദിവസം ഹൈദരാബാദിൽ നിന്ന് ഇഡ്ഡലി കഴിച്ചെങ്കിലും ആ സാമ്പാറിനൊക്കെ ഒരു മധുരമായിരുന്നു കേട്ടോ. അതുകൊണ്ട് അങ്ങോട്ടൊരു പൂർണ്ണത വന്നില്ല. തമിഴ്നാട്ടിൽ നിന്ന് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, അതൊന്ന് വേറെ കേട്ടോ. സത്യമായിട്ട് നമ്മുടെ നാട്ടിലും ദോശ ഇഡ്ഡലിയൊന്നും തമിഴ്നാട്ടിൽ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്സിൽ കയറിയാൽ കിട്ടുന്ന ടേസ്റ്റിൽ കിട്ടത്തില്ല. നമ്മുടെ അവിടെ അപ്പം, പൊറോട്ട, പുട്ട് ഇതൊക്കെയാണ് ഒരു പ്രത്യേക ടേസ്റ്റ്. നല്ല ഗീ റോസ്റ്റും ഇഡ്ഡലിയൊക്കെ കഴിക്കണമെങ്കിൽ ഉറപ്പായിട്ടും നല്ല തമിഴ്നാട് സ്റ്റൈല് വെജ് റെസ്റ്റോറൻറ്റിൽ തന്നെ കയറുക കേട്ടോ. അങ്ങനെ തമിഴ്നാട്ടിലുള്ള ഒരു ഫേമസ് A to B അടയാർ അങ്ങനെ എന്തോ ആണ് എൻ്റെ പേര് കേട്ടോ. ആ റെസ്റ്റോറൻറ്റിൽ കയറി ഞാനൊരു പൊങ്കൽ പറഞ്ഞു കേട്ടോ. എനിക്ക് പൊങ്കൽ, ഞാൻ തിരുപ്പതി പോയി പൊങ്കൽ കഴിച്ച ശേഷം ഞാൻ ഭയങ്കര പൊങ്കലിൻ്റെ ഫാനാണ്. അവിടെ പൊങ്കലെന്ന് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് പൊങ്കൽ പറഞ്ഞു. ഏട്ടനും വേനയും കൂടി ഗീ റോസ്റ്റ് പറഞ്ഞു. ഇഡ്ഡലി സാമ്പാറും ഒക്കെ ഇവിടുത്തെ നല്ലതാട്ടോ. ഞങ്ങളിവിടെ നിന്ന് മുന്നേ കഴിച്ചിട്ടുണ്ട്. 2-3 പ്രാവശ്യം പോകുന്ന ടൈമിൽ തമിഴ്നാട്ടിലൊക്കെ ഇതുവഴി കഴിക്കാറുണ്ട്. പിന്നെ ടെമ്പിൾ സിറ്റിയിൽ നിന്ന് ഇറങ്ങിയിട്ടൊരു റെസ്റ്റോറൻ്റ് ഉണ്ട് വെജ്. അവിടെയും ഞങ്ങൾ മിക്കവാറും കയറി കഴിക്കുന്നതാണ്. ഇന്നിപ്പോൾ ഇവിടെ കയറി കഴിച്ചു. കാരണം വിശപ്പടിച്ചു. കണ്ടപ്പോൾ നല്ലൊരു കട കണ്ടു, നമ്മൾ സ്ഥിരം കയറുന്ന കട. അങ്ങനെ ഇവിടെ കയറിയതാട്ടോ. ഇവിടെ കുറച്ച് ഓവർ പ്രൈസ്ഡ് ആണ്, എങ്കിലും ഫുഡ് വാസ് വാവ്. കാരണം പൊങ്കലിലൊക്കെ നിറയെ ഗീയൊക്കെ ഒഴിച്ച് കാഷ്യൂസൊക്കെ നിറയെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഗീ റോസ്റ്റിലായാലും നിറയെ നെയ്യെല്ലാം ഒഴിച്ചിട്ട് നല്ലതായിട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പൈസ വാങ്ങുന്നതിൽ നഷ്ടമില്ലെന്നേ പറയില്ല. ഒരു ഗീ റോസ്റ്റിന് 120 രൂപ എന്തോ കേട്ടോ. അതൊക്കെ കുറച്ച് 180 രൂപ. അത് കുറച്ച് കത്തിയായിട്ട് തോന്നി. ഇത്രയും പൊങ്കലിന് 120 രൂപയാണ് എന്തോ റേറ്റ്. അതും കുറച്ച് കത്തിയായിട്ട് തോന്നി എനിക്ക്. എങ്കിലും കുഴപ്പമില്ല, നല്ല വായിക്ക് രുചിയായിട്ട് കഴിക്കാൻ പറ്റിയല്ലോ. എത്ര ദിവസത്തിന് ശേഷമാണ് വന്ന് ഇത്രയും രുചിയോടെ കഴിക്കുന്നതെന്നറിയോ. അതുപോലെ നമ്മുടെ ഈ ഒരു യാത്രയിൽ എത്രയായി ടോട്ടൽ എക്സ്പെൻസ് എന്നുള്ളത് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ആയിട്ടുള്ള ഒരു എമൗണ്ട് എന്ന് പറയുന്നത് കറക്റ്റ് 2.5 ലക്ഷം രൂപ കേട്ടോ. 2,44,000 സംതിങ് ആണ് വന്നിട്ടുള്ളത്. അതിന് ഞാൻ റൗണ്ട് ചെയ്ത് 2.5 എന്ന് പറയുന്നു. കാരണം എവിടെയെങ്കിലുമൊക്കെ നമ്മൾ എഴുതാൻ മിസ് ചെയ്തിട്ടുണ്ടോ ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് 2.5 ലക്ഷം രൂപയാണ് നമുക്ക് കയ്യിൽ നിന്ന് ക്യാഷായിട്ടുള്ളത്. നമ്മൾ കഴിക്കുന്ന ഫുഡ്, നമ്മളെടുക്കുന്ന റൂം, അതൊക്കെ അനുസരിച്ച് നമുക്ക് വേരിയേഷൻസ് വരാം, കൂടാം, കുറയാം. നമ്മളിപ്പോൾ എടുത്ത റൂംസ് എല്ലാം 3,500, 4,000, 5,000 റേഞ്ച് ആട്ടോ. കാരണം നോർത്തിലേക്കൊക്കെ പോയാൽ ഒന്നുകിൽ അങ്ങേറ്റം അല്ലെങ്കിൽ ഇങ്ങേറ്റമാണോ റൂമിൻ്റെ കാര്യമെന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇങ്ങേറ്റം എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് എനിക്കുണ്ട്. ഞാൻ ബെഡിൽ ഞാൻ എങ്ങനെ എനിക്ക് കിടക്കാം. എനിക്ക് ടോയ്ലറ്റ് നീറ്റ് അല്ല എങ്കിൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ. എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് കുറച്ച് നല്ല റൂംസ് തന്നെയാണ് എപ്പോഴും എടുക്കാറുള്ളത്. അതെടുക്കുമ്പോൾ 4,000, 5,000 ഒക്കെയാണ് റേഞ്ച് വരുന്നത്. പിന്നെ കാശ്മീരിൽ നമ്മൾ പാക്കേജ് എടുത്തിട്ടുണ്ടായിരുന്നു. ലഡാക്കിലും പാക്കേജ് മാഹിൻ്റെ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും നമ്മൾ പിന്നെ വേറെ ഗൈഡിനെയോ വേറെ കാറോ ഒന്നും റെൻറ്റിന് എടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ കാറിലൊക്കെ തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് റൂം റെൻറ്റ് മാത്രമേ ലഡാക്കിൽ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ മാഹിന് അവിടെ നമുക്കൊരു എൻട്രി പാസ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എമൗണ്ടും മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അല്ലാതെ നമ്മളൊരു ഗൈഡിനെയോ കാറിനെയോ ഒന്നും വച്ചിട്ടുണ്ടായിരുന്നില്ല. കാശ്മീരിൽ ആസിഫിൻ്റെ പാക്കേജ് എടുത്തിട്ടുണ്ടായിരുന്നു. എങ്കിലും നമ്മുടെ കാറൊക്കെ തന്നെയാണ് അധികം എടുത്തത്. എങ്കിലും ആ ഒരു പാക്കേജിനൊരു എമൗണ്ട് അങ്ങനെയൊക്കെ കുറച്ച് പൈസ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത്രയും സ്റ്റേറ്റുകളെല്ലാം കവർ ചെയ്ത് നമുക്ക് ഇവിടെ നിന്ന് അവിടെ വരെ പോവാൻ കാറിൽ പറ്റി എന്നതിൻ്റെ സന്തോഷമുണ്ട്. ഫ്ലൈറ്റിലൊക്കെയാണ് പോയിരുന്നെങ്കിൽ മേ ബി ഇത്രയും കാശൊന്നും നമുക്ക് ആവത്തില്ലായിരുന്നു. പക്ഷേ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഞാൻ ലഡാക്ക് വരെ ഒന്ന് പോകണമെന്നുള്ളത്. ലഡാക്കിലും പോയി. ലഡാക്കിൽ ഇന്ത്യയുടെ ലാസ്റ്റ് വില്ലേജായ താങ് വരെ നമുക്ക് നമ്മുടെ സ്വന്തം കാറിൽ ഓടിച്ച് പോകാൻ പറ്റി. അതിൻ്റെ ഒരു സന്തോഷം വളരെ വലുതാണ്. പക്ഷേ എനിക്ക് ലഡാക്ക് എന്ന് കേൾക്കുമ്പോഴേ എനിക്ക് എന്തോ പോലെയാണ്. എൻ്റെ ഹെൽത്തിനെ എനിക്ക് അത്രയേറെ ബാധിച്ചു ലഡാക്കിൽ പോയിട്ട്. അത് മാത്രമേ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ബാക്കി എല്ലാം കൊണ്ടും നമ്മൾ ട്രിപ്പ് അടിപൊളിയായിരുന്നു. എനിക്കൊരു ഫുഡ് പോയ്സണോ ഒന്നും ഇപ്രാവശ്യം വരെ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിനനുസരിച്ച് വേറുള്ള അസുഖങ്ങൾ എനിക്ക് നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു.
ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടാഗ് നമ്മൾ ലഡാക്കിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ കെട്ടേണ്ടതായിരുന്നു. എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിലായിരുന്നു എൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. എങ്ങനെയെങ്കിലും നാട്ടിലെത്തിയാൽ മതി എന്നുള്ളൊരു ചിന്തയിലായിരുന്നത് കൊണ്ട് ഇതൊന്നും എടുത്ത് ഹാങ് ചെയ്യാനോ ഒന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ടീം എന്നും വിളിക്കുമ്പോൾ ചോദിക്കും നിങ്ങളത് കെട്ടിയോ, അത് എടുത്ത് കെട്ടാനുള്ളൊരു മാനസികാവസ്ഥ ഇത്രയും ദിവസം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ഞാൻ ഫുൾ ഓക്കെയാണ്. ഓക്കെ ആയപ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞു നമുക്കതെടുത്ത് കെട്ടാമെന്ന് പറഞ്ഞിട്ട് ഫുഡെല്ലാം കഴിച്ച് കുറേ മുന്നോട്ട് വന്ന ശേഷം നമ്മളൊരു സ്ഥലത്ത് നിർത്തിയിട്ട് അതെടുത്ത് കെട്ടി കേട്ടോ. പക്ഷെ ആക്ച്വലി ഈ സാധനം ചെറുതായിപ്പോയി, വലിച്ചിങ്ങനെ കെട്ടിയിരിക്കുകയാണ്. സാധാരണ കാറുകളിൽ കെട്ടുമ്പോൾ ഇങ്ങനെ നല്ല യു ഷേപ്പിൽ കിടക്കില്ലേ, ഇത് ഇറുകി കിടക്കുകയാണ്. ഇതെനിക്ക് തോന്നുന്നു ബൈക്കിൽ കെട്ടുന്ന സാധനമാണ് അവർ കാറിൽ കെട്ടാനെന്ന് പറഞ്ഞ് തന്നതെന്ന് തോന്നുന്നു, അറിയത്തില്ല കേട്ടോ. ഇറുകി കിടക്കുകയാണ്. മേ ബി ചിലപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ലൂസ് ആവാമായിരിക്കാം. എന്തായാലും കെട്ടി സന്തോഷം. അങ്ങനെ നമ്മൾ ഇന്ത്യയുടെ ഇങ്ങറ്റത്ത് നിന്ന് അങ്ങറ്റം വരെ ഒരുപാട് തടസ്സങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടും, തടസ്സങ്ങളല്ല അതിലുപരി ബുദ്ധിമുട്ടുകളുണ്ടായിട്ടും നമ്മൾ എന്തായാലും അതുവരെ ഇന്ത്യയുടെ ലാസ്റ്റ് വില്ലേജ് വരെ പോകാൻ പറ്റിയതിൽ വളരെ വളരെ സന്തോഷത്തിലാണ്. പക്ഷേ ഹെൽത്ത് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. എങ്ങനെ കുഴപ്പമില്ല, ഇത്രയും ദൂരം വരെ പോയിട്ട് വരാൻ പറ്റിയല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് നമ്മൾ പോകുന്ന വഴിക്ക്. ഇന്നലെ കണ്ടതുപോലെ മാങ്ങ സീസണൊക്കെ ആയതുകൊണ്ട് നിറയെ മുന്തിരികൾ ഇങ്ങനെ പെട്ടിയിൽ അടുക്കി വെച്ചിട്ടുണ്ടാവേ. ഞാൻ ഒരുപാട് ഇങ്ങനെ പെട്ടിയിൽ അടുക്കി വെച്ചിരിക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ പെട്ടിയിലിരിക്കുന്ന ബോക്സ് മുന്തിരി വാങ്ങുന്നത്. ഒരെണ്ണം വാങ്ങി കഴിച്ചപ്പോൾ ഭയങ്കര സ്വീറ്റ് കേട്ടോ. ഇതെല്ലാം ഭയങ്കര സ്വീറ്റാണ്. ഇവരുടെ മാങ്ങയായാലും മുന്തിരി ആയാലും എല്ലാം സ്വീറ്റാണ്. പക്ഷെ ടേസ്റ്റ് എന്ന് പറഞ്ഞ സാധനം ഇതിനൊന്നുമില്ല കേട്ടോ. പച്ചവെള്ളം നമ്മൾ കഴിക്കും പോലെയോ കുടിക്കും പോലെയാണ് ഇതിൻ്റെ ഒരു പച്ചവെള്ളത്തിൽ കുറച്ച് പഞ്ചസാര ഇട്ട് തന്ന ഒരു ടേസ്റ്റ് കേട്ടോ. മുന്തിരി ആയാലും നല്ല ജ്യൂസി ആയിട്ടുണ്ട്, മാങ്ങയാണെങ്കിലും നല്ല ജ്യൂസിയാണ്, നല്ല മധുരവും കാണും. പക്ഷെ ടേസ്റ്റ് എന്ന് പറഞ്ഞ സാധനം ഇതിനൊന്നും വലുതായിട്ടുണ്ടാവില്ല കേട്ടോ. എന്തായാലും ഒരു പെട്ടിക്ക് 120 രൂപ പറഞ്ഞു കേട്ടോ. അങ്ങനെ 2 പെട്ടി വാങ്ങി, ഒന്ന് എൻ്റെ വീട്ടിൽ നെട്ടയത്തേക്കും ഒന്ന് നമുക്കും ജ്യൂസ് അടിക്കാൻ കൊള്ളാം, നല്ല മധുരമുള്ള മുന്തിരി. അങ്ങനെ ജ്യൂസ് അടിക്കാനെന്ന് പറഞ്ഞ് 2 പെട്ടി മുന്തിരി വാങ്ങി. അവിടെ കുറേ ചേച്ചിമാർ മറ്റേ ഈ തൊഴിലുറപ്പ് പോലത്തെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ, കാര്യമൊക്കെ പറഞ്ഞ്. അപ്പം മാമനോട് ചോദിച്ചപ്പോൾ പറയായിരുന്നു ഇങ്ങനെ തൊഴിലുറപ്പ് പോലെ വേല കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ 2 പെട്ടി മുന്തിരി വാങ്ങി. ഞാൻ പറഞ്ഞില്ലേ കാറിലൊരു ശകലം പോലും സ്ഥലമില്ല വയ്ക്കാനായിട്ട്. ഡിക്കി കംപ്ലീറ്റ് സാധനങ്ങളാണ്, ഇനി ഇതുകൂടെ വയ്ക്കാനായിട്ട് സ്ഥലമില്ല. ഫ്രണ്ടിൽ വേദ ഇരിക്കുന്നിടത്തും ഫുൾ സാധനമാണ്. അവൾക്ക് കാല് പോലും വയ്ക്കാൻ പറ്റില്ല. സീറ്റിൽ മാത്രം മാറ്റിയിട്ടിട്ടുണ്ട്. സീറ്റിൽ അവൾ കിടക്കുന്നത് കൊണ്ട് സീറ്റ് മാത്രം നേരെ ഇട്ടിട്ടുണ്ട്, ബാക്കി ഫുൾ കവേർഡാണ്. പിന്നെ ഫ്രണ്ട് സീറ്റിൽ ഞാൻ എൻ്റെ കാലിൻ്റെ സൈഡിലായിട്ട് എൻ്റെ ബാഗും അവിടെ നിറയെ സാധനം എൻ്റെ മുകളിൽ എവിടെയെങ്കിലും വെച്ച് കൊണ്ടുവരണമല്ലോ, അതിൻ്റെ മുകളിൽ വെച്ചാണ് കൊണ്ടുവന്നത്. ഇവിടെയൊക്കെ നിറയെ മാവൻ തോട്ടവും മുന്തിരി തോട്ടവും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ അപ്പൂപ്പനോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് തൊട്ടപ്പുറത്ത് മുന്തിരിത്തോട്ടം ഉണ്ട്, അവിടെ പോയാലും മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നിറയെ മുന്തിരിത്തോട്ടം നിപ്പുണ്ട്. ചിലതിലൊക്കെ നിറയെ മുന്തിരി നിപ്പുണ്ട്. അപ്പോൾ അകത്തേക്ക് കയറാനുള്ള പെർമിഷൻ നമുക്കില്ല. ഇവിടെയൊക്കെ നിൽക്കുന്നത് എനിക്കൊന്ന് പറിച്ചിട്ട് വീണ്ടും നിർത്തിയേക്കാൻ തോന്നുന്നു. കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയപ്പോൾ വേറൊരു മുന്തിരിത്തോട്ടം കണ്ടപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പാകത്തിന് ഇങ്ങനെ സൈഡിലായിട്ട് നിൽപ്പുണ്ട്. പക്ഷെ നമുക്ക് ഉള്ളിലേക്ക് കയറാനുള്ള പെർമിഷനൊന്നും ഇല്ല കേട്ടോ. നിറയെ മുന്തിരിയെല്ലാം ഇങ്ങനെ കായ്ച്ച് നിൽപ്പുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാനായിട്ട്. ഈ കമ്പന്തേനി സൈഡിലൊക്കെ പോയാലും നമുക്ക് തോട്ടത്തിലൊക്കെ ഇറങ്ങി വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും. ഇത് ഡിണ്ടുക്കൽ അതിനടുത്താട്ടോ. ഡിണ്ടുക്കൽ അവിടെ നിന്നൊക്കെയാണ് തിരിഞ്ഞ് നമ്മൾ കമ്പന്തേനിയൊക്കെ പോകുന്നത്. അപ്പോൾ ആ ഒരു ഇതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഇവിടെയും മുന്തിരി ഉള്ളത്. പക്ഷേ ഈ ഒരു കാലാവസ്ഥയിലും ഇവിടെ മുന്തിരി പൊടിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ എവിടെയും പൊടിക്കുമായിരിക്കും അല്ലേ, എനിക്കറിയില്ല. ഇവിടെയൊക്കെ ഭയങ്കര ചൂടല്ലേ, എന്നിട്ടും പൊടിക്കുകയാണല്ലോ. എന്തായാലും മുന്തിരിത്തോട്ടവും മാവൻതോട്ടവും ഒക്കെ കണ്ട് നമ്മൾ നേരെ മധുര മീനാക്ഷി അമ്മൻ കോവിലിനടുത്ത് പോവാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ സേലത്തുനിന്ന് മധുര എത്താൻ വളരെ കുറച്ച് സമയം മതി. ഏട്ടനാണെങ്കിൽ ഇട്ട് ഉരുട്ടി ഏട്ടനാണെങ്കിൽ 120 130 പോകുന്നത്. മനുഷ്യൻ ജീവൻ കളഞ്ഞാട്ടോ കാറിലിരിക്കുന്നത്. പക്ഷേ ഇന്ന് വളരെ പതുക്കെയാണ് വന്നത്. മധുരയിലിറങ്ങി എന്തായാലും ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് കരുതി. കാരണം കുറേ ദിവസം കൊണ്ടൊന്നും കഴിക്കാതെ മനുഷ്യൻ ആകെ കൂടി ചത്ത് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും നല്ല ഫുഡ് തമിഴ്നാട്ടിൽ കിട്ടുന്ന ഒരു സ്ഥലമാണ്, സ്പോട്ടാണ് മധുര എന്ന് പറയുന്നത്. നമ്മൾ പോകുന്ന വഴിക്കായുണ്ട് മധുര ടൗണിൽ ഇറങ്ങി എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് കരുതി. അപ്പോൾ ബൺ പൊറോട്ടയൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ കുറേ യൂട്യൂബ് സെർച്ച് ചെയ്തപ്പോൾ അവിടെ
ജയ് വിലാസ് എന്ന് പറഞ്ഞൊരു ഹോട്ടൽ കണ്ട് ലൊക്കേഷൻ ഇട്ട് വന്ന് അമ്പലത്തിൻ്റെ തൊട്ട് ബാക്ക് സൈഡിലാട്ടോ. അമ്പലത്തിൻ്റെ അടുത്താന്ന് ഇറങ്ങുന്നെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് വരില്ല. കാരണം അമ്പലത്തിൻ്റെ റോഡെന്ന് പറയുന്നത് ഭയങ്കര നാരോ റോഡാണ്. ഇതുവഴി കാറ് പോകാൻ ബുദ്ധിമുട്ടാണ്, പാർക്കിംഗ് ബുദ്ധിമുട്ടാണ്. അങ്ങനെ അറിയാതെ ലൊക്കേഷൻ ഇട്ട് വന്നപ്പോൾ അമ്പലത്തിനടുത്തായെന്ന് അറിഞ്ഞിട്ട് വന്നതാണ്. പക്ഷെ ഭാഗ്യത്തിന് ആ ഒരു റെസ്റ്റോറൻറ്റ് എന്ന് പറയാനൊന്നുമില്ലൊരു കുഞ്ഞ് ഹോട്ടൽ, കുഞ്ഞ് കടയുടെ തൊട്ടടുത്ത് നമുക്ക് പാർക്കിംഗ് കിട്ടി. പാർക്കിങ്ങിലിട്ടില്ല ഞങ്ങൾ അങ്ങോട്ടൊക്കെ പോവുകയാണ്. മധുര മീനാക്ഷി അമ്മൻ കോവിലിൻ്റെ തൊട്ട് ചേർന്നിട്ട് ജയ് വിലാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലാണ്. മധുരയിലൊക്കെ വന്നാൽ ആക്ച്വലി വൈകുന്നേരമാണ് ഫുഡ് സ്പോട്ടുകളുടെ ബഹളം കേട്ടോ. എല്ലാം ആക്റ്റീവ് ആവുന്നത് കൂടുതലും വൈകിട്ടാണ്. ഉച്ച സമയത്തൊക്കെ തുറന്നൊക്കെ വരുന്നതേ ഉണ്ടാവത്തുള്ളൂ. അപ്പം അങ്ങനെ കുറേ സെർച്ച് ചെയ്തിട്ടാണ് നല്ല ഊണും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു കട ജയ് വിലാസാണ്. ഇവിടെ ഒരു ധനുഷിൻ്റെ മൂവിയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് യൂട്യൂബേഴ്സ്, തമിഴ് യൂട്യൂബേഴ്സ് ഇവിടെ ഇട്ടേക്കുന്ന കണ്ടിട്ടാണ് ഈ ഒരു സ്പോട്ട് തന്നെ വരാമെന്ന് കരുതിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. നമ്മുടെ ട്രിവാൻഡ്രത്താണെങ്കിൽ ചാല മാർക്കറ്റിൻ്റെ ഒരു സെറ്റപ്പാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. അമ്പലത്തിൻ്റെയൊക്കെ അവിടെ അത്രയും നാരോ, രണ്ട് സൈഡിലും ബൈക്കും ആളും കടകളും കച്ചവടവും ഒക്കെ ആയിട്ട് ഒരു കാറ് കഷ്ടിച്ച് പോവാം എന്നുള്ളതേ ഉള്ളൂ, അത്രയേ ഉള്ളൂ കേട്ടോ റോഡ്. അങ്ങനെ ഇതിനകത്താണ് ആ ഒരു കട, കുഞ്ഞു ഹോട്ടൽ വരുന്നത്. അത്രയ്ക്കുള്ള സ്ഥലമേ ഉള്ളൂ. അപ്പോൾ ആ കടയിലേക്ക് കയറുകയാണ്. ജയ് വിലാസ് എന്നാണ് ഹോട്ടലിൻ്റെ പേര്. മധുര മീനാക്ഷി അമ്മൻ കോവിലിൽ പോവുകയാണെങ്കിൽ കയറി കഴിക്കണമെന്ന് ഞാൻ പറയില്ല. കാരണം ഇവിടെ നോൺ വെജ് ആണ് ഉള്ളത്. അമ്പലത്തിലൊക്കെ കയറിയിട്ട് നോൺ വെജ് കഴിക്കാത്തവർ പലരും ഉണ്ടാവും. നോൺ വെജ് കഴിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ വരിക. അടിപൊളി ഫുഡാട്ടോ. അതുപോലെ തമിഴ്നാട്ടിൽ വന്നാൽ വൃത്തി ഒരു മെയിൻ പ്രോബ്ലമാണ്. പക്ഷേ ഇവിടെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, നല്ല ആംബിയൻസ്. ഞങ്ങൾ വന്നതൊരു 12:30 മണിയാട്ടോ, 12:30-12:45. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. ഈ ചേട്ടനാണ് ഇതിൻ്റെ ഓണർ. ചേട്ടൻ്റെ അപ്പൂപ്പനായിട്ട് തുടങ്ങിയ കടയാണ്. 70 വർഷത്തെ പാരമ്പര്യം എന്തോ ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു. ഞാൻ മറന്നുപോയി എത്ര വർഷമാണെന്നുള്ളത്. എന്തായാലും ഒരുപാട് വർഷത്തെ പാരമ്പര്യമുള്ളൊരു കടയാണ്. ഇപ്പോൾ ഈ ചേട്ടനാണ് നോക്കി നടത്തുന്നത്. നമ്മൾ ഉള്ളിലേക്ക് കയറി. ഇവിടെ മെയിനായിട്ട് ബിരിയാണി, പിന്നെ ഒരുപാട് മട്ടൻ്റെ വെറൈറ്റീസ്, എന്തൊക്കെയോ കുറേ സാധനങ്ങൾ അവരുടെ തമിഴ്നാട് സ്റ്റൈലിൽ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഊണ് ഇവിടുത്തെ സ്പെഷ്യലാണ്. ഊണും മീൻ വറുത്തത്, കായൽ മീൻ എന്തോ ആണ് മീൻ വറുത്തതായിട്ട് വരുന്നത്. മോര്, രസം ഒക്കെ ഉണ്ട്. എല്ലാം ഭയങ്കര സ്പെഷ്യലാണ്. പക്ഷെ പൊറോട്ടയൊന്നും ഇല്ല കേട്ടോ. ഊണ്, ബിരിയാണി, പിന്നെ അതിൻ്റെ കൂട്ടത്ത് വേണമെങ്കിൽ കഴിക്കാനായിട്ടുള്ള മട്ടൺ ഐറ്റംസ്, ചിക്കൻ ഐറ്റംസ്, മുട്ടയിൽ തന്നെ ബുൾസേ, ഓംലെറ്റ്, അങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങൾ അവർ ലിസ്റ്റ് തന്നു. അപ്പോൾ നമുക്ക് ചില കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ പൊറോട്ട ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ വേറെ കറികളും പൊറോട്ടയൊക്കെ വച്ച് വാങ്ങിച്ച് കഴിച്ചാനേ. ഊണ് എന്തായാലും വേണ്ടാന്ന് കരുതി. അപ്പോൾ ഇപ്പോൾ ഉള്ളതിൽ എന്താണ് ഇവിടുത്തെ മെയിൻ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു മട്ടൺ ബിരിയാണി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ഏട്ടനും ഒരു മട്ടൻ ബിരിയാണി പറഞ്ഞു. വേദം മട്ടൻ ഫാൻ അല്ലാത്തത് കൊണ്ട്, ഞാനും മട്ടൻ ഫാൻ അല്ല, പക്ഷെ ഇവിടുത്തെ സ്പെഷ്യൽ മട്ടൻ ബിരിയാണി ആണെന്ന് പറഞ്ഞത് കൊണ്ട് ഞാനും ഏട്ടനും മട്ടൻ ബിരിയാണി പറഞ്ഞു. വേദം ഒരു ചിക്കൻ ബിരിയാണിയും പറഞ്ഞു. ഊണ് സ്പെഷ്യലാണ്. ഊണ് പക്ഷേ നമുക്ക് വേണ്ട. മീൻ വറുത്തതൊക്കെ ഇവിടുത്തെ ഭയങ്കര സ്പെഷ്യലാട്ടോ. ഊണ് ഞങ്ങൾക്ക് ആർക്കും വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഊണ് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ പൊറോട്ട ചോദിച്ചപ്പോൾ പൊറോട്ടയില്ല. അല്ലായിരുന്നെങ്കിൽ പൊറോട്ടയും ഇവിടുത്തെ വേറെ സ്പെഷ്യൽ കുറേ കറികളുടെ ലിസ്റ്റ് പറഞ്ഞായിരുന്നു. അതേതെങ്കിലും വാങ്ങിച്ചാൽ. പൊറോട്ട ഇല്ലാത്തത് കൊണ്ട് ബിരിയാണിയുടെ കൂടെ പിന്നെ ആ കറികളും നമുക്കെല്ലാം കൂടി ഒരു വയറേ ഉള്ളൂ. അതുകൊണ്ട് ബിരിയാണി മാത്രം പറഞ്ഞു. എന്നിട്ട് ആ ചേട്ടൻ ചോദിച്ചു ബിരിയാണിയുടെ കൂട്ടത്ത് ആ കറി തരട്ടെ, ഈ കറി തരട്ടെ. ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ വന്ന് എന്തൊക്കെയോ കറികളുടെ പേര് ചോദിക്കുന്നുണ്ട്. ഒന്നും മനസ്സിലാകുന്നില്ല. മുട്ട കലക്കി അത് വേണോ, ഇത് വേണോ, മുട്ട അത് വേണോ, മട്ടൻ്റെ ഇത് വേണോ, മട്ടൻ്റെ ഇത് വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒന്നും മനസ്സിലാകുന്നില്ല. പക്ഷെ വേണോ ആയിരുന്നെങ്കിൽ മനസ്സിലാക്കി വാങ്ങിച്ചാൽ. ബിരിയാണി പറഞ്ഞത് കൊണ്ടൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ 2 ബിരിയാണിയൊക്കെ ഓർഡർ കൊടുത്തിട്ട് നമ്മളങ്ങനെ ഇരിക്കുകയാണ്. നിറയെ തിരക്കൊക്കെ ഉണ്ട്. ആൾക്കാരൊക്കെ വന്നും പോയി നിൽപ്പുണ്ട്. അമ്പലത്തിന് തൊട്ടടുത്താണ്. പിന്നെ അമ്പലത്തിന് തൊട്ടടുത്തായത് കൊണ്ട് അമ്പലത്തിൽ പോകുന്നവരാരും വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇവിടെയുള്ള ലോക്കൽസൊക്കെ വന്ന് ഒരുപാട് പേര് ആസ്വദിച്ച് നിറയെ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. ബിരിയാണി കഴിച്ച് കഴിഞ്ഞിട്ട് അവർ സാധാ ചോറ് കൊടുക്കും. രസം, മോര് ഒക്കെ നമുക്ക് വേണമെങ്കിൽ തരും കേട്ടോ. അവർ ബിരിയാണി കഴിച്ച് കഴിഞ്ഞിട്ട് തന്നെ ചോദിക്കുന്നുണ്ട് ചോറ് തരട്ടെ, രസം തരട്ടെ, മോര് തരട്ടെ, എന്ത് വേണമെന്നൊക്കെ ചോദിച്ചിട്ട്. എന്തായാലും വിത്തിൻ സെക്കൻഡ്സ് തന്നെ ബിരിയാണി വന്നിട്ടുണ്ട്. വേദയ്ക്കുള്ള ചിക്കൻ ബിരിയാണി, എനിക്ക് വേണ്ടുന്നുള്ള മട്ടൻ ബിരിയാണി. ചിക്കൻ ബിരിയാണിയോട് കഴിക്കാനായിട്ട് ചിക്കൻ്റെ ഒരു കറി തന്നു, ഗ്രേവി തന്നു. മട്ടൻ്റെ കൂടെ കഴിക്കാനായിട്ട് മുരിങ്ങയ്ക്ക, കത്തിരിക്ക, മാങ്ങ എന്തൊക്കെയോ ഇട്ടിട്ട് മീൻകറി പോലത്തെ ഒരു കറിയും കൊണ്ട് തന്നു കേട്ടോ. എനിക്ക് കുഴപ്പമില്ല, അത് ഇഷ്ടമായി. പക്ഷേ വേണ്ട, നമുക്ക് ബിരിയാണി മാത്രം മതി. പിന്നെ സാലഡും മറ്റേ സവോളയൊക്കെ ഇട്ട് തൈരും ഇട്ടിട്ട് കുറേ സാലഡും കൊണ്ടുവന്ന് ആവശ്യാനുസരണം കോരി ഇലയിൽ വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത ഊഴമെന്ന് പറയുന്നത് നമ്മുടെ ബിരിയാണി ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഈ പറയുന്ന ഹൈപ്പൊക്കെ സാധനത്തിനുണ്ടോ നോക്കണ്ടേ.
സത്യസന്ധമായിട്ട് പറയാൻ അടിപൊളി ബിരിയാണി കേട്ടോ. ഞാൻ മട്ടൺ ഫാനല്ല, എനിക്ക് മട്ടൺ അത്ര ഇഷ്ടമുള്ളതും അല്ല. പക്ഷെ ഇഷ്ടമുണ്ട്, ഞാൻ കഴിക്കുമെങ്കിലും എനിക്ക് ചിക്കനാണ് കൂടുതൽ ഇഷ്ടം. മട്ടനാണ് ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് മട്ടൺ വാങ്ങിയത്. ആ റൈസിൻ്റെയൊക്കെ ഫ്ലേവർ ഉണ്ടല്ലോ, കുഞ്ഞ് കൈമാ റൈസിൽ, അവരെന്താ ചമ്പ റൈസ് എന്നാട്ടോ പറയുന്നത്. ആ റൈസിൽ നല്ല ഭയങ്കരമായിട്ട് സോഫ്റ്റായിട്ട് വെന്ത് വന്നിട്ടുള്ള മട്ടൻ ബിരിയാണി. മട്ടൻ്റെ പീസസൊക്കെ വളരെ കുറവാണ്, എങ്കിലും അടിപൊളി ബിരിയാണി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മധുരയിൽ പോവുകയാണെങ്കിൽ, ബിരിയാണി കഴിക്കാൻ നിങ്ങൾ പോവുകയാണെങ്കിൽ ജയ് വിലാസ് നിയർ മധുര മീനാക്ഷി അമ്മൻ കോവിൽ അവിടെ വന്ന് നിങ്ങൾ കഴിക്കുക. സൂപ്പർ ടേസ്റ്റാണ്. ചിക്കൻ ബിരിയാണിയും കൊള്ളാമെന്ന് പറഞ്ഞു. ഇങ്ങോട്ട് തമിഴ്നാട്ടിൽ വന്നാൽ ചിക്കൻ ബിരിയാണിക്ക് ഒരു പീസേ കിട്ടത്തുള്ളൂ, ഒരു പീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേദയുടെ ചിക്കൻ ബിരിയാണിയിൽ. മട്ടണിന് അധികം പീസസ് ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ആ ഒരു ഫ്ലേവറും മട്ടൻ്റെ ഒരു ഇതും ഉണ്ടല്ലോ, ഭയങ്കര നല്ല ക്വാളിറ്റി മട്ടൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. റേറ്റും 320 എന്തോ ആണ് ആ ഒരു ബിരിയാണിയുടേത്. വേർത്തായിരുന്നു കേട്ടോ, കാരണം അത്രയും നല്ല ബിരിയാണി ആയിരുന്നു. അവർ വീണ്ടും അവിടെ സർവീസൊക്കെ ഭയങ്കര നല്ലത്. എന്ത് വേണം എന്നൊക്കെ ചോദിച്ച്, ചോറ് വേണോ, മോര് വേണോ, രസം വേണോ എന്നൊക്കെ ചോദിച്ച് നപ്പുണ്ടായിരുന്നു. നല്ലൊരു ബിരിയാണിയും കഴിച്ചിട്ട് നേരെ ഇനി മധുരയിൽ വന്നാൽ ജിഗർദണ്ഡ കഴിക്കാണ്ട് എങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ എവിടെ തിരിഞ്ഞാലും ജിഗർദണ്ഡയാണ്. അങ്ങനെ ജിഗർദണ്ഡ കട അവിടെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ അന്വേഷിച്ചല്ല, ജസ്റ്റ് ഇങ്ങനെ നടന്നപ്പോൾ ഇങ്ങനെ ഇലയിലൊക്കെ എന്തോ പൊതിങ്ങൊക്കെ വെച്ചിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചപ്പോൾ സമോസയാന്ന് പറഞ്ഞു. അതൊന്നും വാങ്ങിക്കാൻ താല്പര്യമില്ല. ജിഗർദണ്ഡ കട ഇങ്ങനെ ഒന്ന് നോക്കിയപ്പോൾ ദേ കണ്ടു ജിഗർദണ്ഡ കട. ഞാൻ പറഞ്ഞില്ലേ, മധുരയിൽ എവിടെ തിരിഞ്ഞാലും ജിഗർദണ്ഡ ഷോപ്പ് ഉണ്ടാവും. എനിക്ക് പരുത്തിപ്പാൽ കുടിക്കണമെന്നുണ്ടായിരുന്നു. ഞാൻ ഇതുവരെ അത് കുടിച്ചിട്ടില്ല. മധുരയിൽ 2-3 പ്രാവശ്യം വന്നിട്ടും അത് കുടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് കുടിക്കണമെന്ന് പറഞ്ഞ് ഇങ്ങനെ അന്വേഷിച്ച് നടന്നപ്പോഴേക്കും പരുത്തിപ്പാൽ വൈകുന്നേരം 4-5 മണിയായിട്ടേ വരത്തുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. ആ സമയത്താണ് ഉണ്ടാവുന്നത്, ഈ സമയത്ത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് പിന്നെ എന്തായാലും ജിഗർദണ്ഡ കുടിക്കാമെന്ന് കരുതിയത്. അങ്ങനെ അവിടെ ഒരു ജിഗർദണ്ഡ കട കണ്ടിട്ട്, ഫേമസ് ജിഗർദണ്ഡ എന്നൊക്കെ എഴുതി വെച്ചേക്കുന്നത് കണ്ടിട്ട് ഞാനും എണ്ണും ഏതെങ്കിലും കൂടി 3 ജിഗർദണ്ഡ ഓർഡർ ചെയ്തു. നമ്മുടെ ട്രിവാൻഡ്രത്തും ഉണ്ട് കേട്ടോ ജിഗർദണ്ഡ. പണ്ടൊരിക്കലും ഞാൻ വന്നപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രത്ത് കിട്ടുന്ന ജിഗർദണ്ഡയാണോ ഇവിടെയും കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടി വാങ്ങി കഴിച്ചപ്പോൾ എല്ലാം സെയിം തന്നെ കേട്ടോ. അവിടുത്തെ ജിഗർദണ്ഡ ഇവിടുത്തെ ജിഗർദണ്ഡയൊക്കെ സെയിമാണ്. ഇത് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള ആ ഒരു ബ്രാഞ്ചിൻ്റെ അല്ല, ഇത് വേറൊരു കടയിലാണ് നമ്മൾ കയറിയത്. സത്യം പറയാലോ, ഒരു കാശിന് കൊള്ളത്തില്ലായിരുന്നു കേട്ടോ ജിഗർദണ്ഡ. അത് ചീത്തയായി തുടങ്ങിയെന്ന് തോന്നുന്നു. ഞാൻ കരുതി എനിക്ക് പണി കിട്ടിയെന്ന് തന്നെ കരുതിയത്. ഒരു പുളിച്ച ടേസ്റ്റായിരുന്നു കേട്ടോ ജിഗർദണ്ഡയ്ക്ക്. ഇനി എന്തെങ്കിലും അതിൽ ഇതുപോലെ എന്തെങ്കിലും സിറപ്പങ്ങാനും ഒഴിച്ചിട്ട് പുളിച്ചതാണോ എന്നറിയില്ല. എന്തായാലും പൈസ കൊടുത്ത് വാങ്ങിയതല്ലേ, കഴിച്ചു. ഞങ്ങൾ 3 പേരും കുടിച്ചു. ചെറിയൊരു പുളിപ്പുണ്ടായിരുന്നു, അത്ര ഫ്രഷ് അല്ലായിരുന്നു, അത് കൺഫേം ആട്ടോ. ഇഷ്ടമായില്ല, എങ്കിലും പൈസ കൊടുത്ത് വാങ്ങിയതല്ലേ എന്ന് കരുതിയിട്ട് കഴിച്ചു കഴിഞ്ഞ ശേഷം എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ദൈവമേ ഇനി പണി കിട്ടുമോ എന്നുള്ളത്. പക്ഷെ വേറെ വലിയ കാര്യമായിട്ട് പണിയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കുടിച്ചു, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഏട്ടൻ കയറി ഒരു കടത്തം കിടന്നു കേട്ടോ. ഇതുവരെയും എനിക്ക് കാറ് തന്നില്ല. ഇന്നിപ്പോൾ എന്നോട് പറഞ്ഞു വേണമെങ്കിൽ ഓടിച്ചോളൂ എന്ന് പറയും. അപ്പോൾ എനിക്കും കൊതിയായി ഒന്ന് കാറ് ഓടിക്കാനായിട്ട്. അപ്പോൾ എപ്പോഴും ഈ സേലമൊക്കെ, എപ്പോഴും അല്ല, കഴിഞ്ഞ പ്രാവശ്യം സേലം പോയിട്ട് വന്നപ്പോഴും എനിക്ക് കാറ് തന്നു, അല്ലെങ്കിൽ ഏട്ടൻ കാറ് തരുന്നതല്ല. ഇപ്പോൾ ഞാൻ ഇന്നലെയും മെനിങ്ങാന്നൊക്കെ ചോദിച്ചു, ഏട്ടന് ചെറിയൊരു ബാക്ക് പെയിൻ പോലെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് ഓടിക്കാമെന്ന് പറയുമ്പോൾ പറഞ്ഞു വേണ്ട, സേലം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ബാക്ക് പെയിൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ കരുതി ശരി കുറച്ച് ദൂരം ഓടിക്കാമെന്ന് കരുതി പറഞ്ഞിട്ട് ഒരു 100 കിലോമീറ്ററൊക്കെ ഓടിച്ചു എന്ന് എനിക്കറിയില്ല. ഞാൻ ഓടിച്ചു കുറച്ച് ദൂരം. എനിക്കിഷ്ടമില്ലാത്തൊരു പരിപാടി കേട്ടോ ഡ്രൈവിങ്. അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് ദൂരം മാത്രമേ ഓടിച്ചുള്ളൂ. ഏട്ടൻ ഉറങ്ങുന്ന സമയം ഉറങ്ങി എണീറ്റതും ഏട്ടൻ തന്നെ വീണ്ടും കാർ വാങ്ങിച്ചേ. ഞാനാണെങ്കിൽ ഏട്ടൻ 130-ലും 150-ലൊക്കെ ഓടിച്ച് കാറിൻ്റെ മൈലേജ് 20 ആക്കിയിട്ടേക്കാട്ടോ. 25 മൈലേജ് കിട്ടിക്കൊണ്ടിരുന്ന കാറാണ്, ഇപ്പോൾ 20 കിടക്കുകയാണ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഞാനൊരു 70-80-ലൊക്കെയാണ് ഓടിച്ചത്. 100 നമുക്ക് ഓടിക്കാൻ ഇറങ്ങിവിടാത്തത് കൊണ്ടല്ല, മൈലേജ് കയറുന്നെങ്കിൽ കയറട്ടെ എന്ന് കരുതിയാണ്. എവിടെ മൈലേജ് കയറിയതുമില്ല. ഞാൻ ഓടിച്ചങ്ങോട്ട് ഇറങ്ങിയതും വീണ്ടും ഏട്ടൻ 130. മധുര വരെ ഏട്ടൻ ഭയങ്കര സ്ലോയിൽ വന്നു. അത് കഴിഞ്ഞ് സമയത്ത് വീടെത്തില്ല എന്നും പറഞ്ഞ് അങ്ങോട്ട് പറപ്പിക്കാൻ തുടങ്ങി കേട്ടോ. ഞാനാണേലും ഉരുട്ടിയാണ് വന്നത്, മൈലേജ് കയറുന്നെങ്കിൽ കയറട്ടെ എന്ന് എഴുതിയിട്ട്. ഒരു 0.1 കയറിയായിരുന്നു. അത് ഏട്ടൻ വാങ്ങി വീണ്ടും ഓടിച്ചതോടെ 0.1 വീണ്ടും കുറഞ്ഞു പോയിട്ടോ. 20 മൈലേജ് വീണ്ടും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട്. എന്താ പറയുക, നമ്മൾ ഈ ഒരു ട്രിപ്പ് അവിടെ വരെ പോയിട്ട് ഒരു തടസ്സവും ഇല്ലാതെ, അതായത് വേറെ അധികം ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് നമ്മൾ തിരിച്ച് നാട്ടിലെത്തിയിട്ടുണ്ട്. എന്നെ ഹെൽത്ത് ഒരുപാട് ബാധിച്ചു കേട്ടോ. ഞാൻ കുറച്ചൊരു 2 ദിവസം കൂടി അവിടെ നിൽക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. 2 ദിവസം കൂടി നിന്നിരുന്നെങ്കിൽ എൻ്റെ ഡെഡ് ബോഡി ആയിട്ട് തിരിച്ച് വരേണ്ടി വന്നാനെ. അത്രയേറെ ഞാൻ അവിടെ ബുദ്ധിമുട്ടി. പക്ഷേ യാത്രയിൽ നമുക്ക് വേറൊരു ഏറ്റവും ഡേഞ്ചറായിട്ടുള്ള ഒരു സ്ഥലത്തൂടെയാണ് നമ്മൾ പോയത്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ഒരു ട്രിപ്പ്
നമ്മളിപ്പോൾ പോകുന്നത്. അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ റോഡ്, ക്ലൈമറ്റ് ഒക്കെ എപ്പോൾ വേണോ മണ്ണൊക്കെ ഇടിഞ്ഞ് നമ്മുടെ കാറിൻ്റെ പുറത്തോടെ വീഴുക. ആരോടും നമുക്ക് ചോദിക്കാൻ പറ്റില്ല, ആരോടും പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള റോഡാണ്. റോഡ് എപ്പോൾ വേണോ ക്ലോസ് ചെയ്യാം, ക്ലൈമറ്റ് എപ്പോഴും വേണോ മാറിയിട്ട് സ്നോഫോൾ വരാം, എന്ത് അപകടവും എപ്പോൾ വേണോ സംഭവിക്കാം. ആ അപകടങ്ങളൊന്നും സംഭവിക്കാതെ വളരെ സേഫായിട്ട് തന്നെ നമ്മൾ തിരിച്ച് നാട്ടിലെത്തി എന്നുള്ളത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. ഇത് നമ്മൾ നാഗർകോവിൽ എത്താറായിട്ടുണ്ട്. തിരുനെൽവേലി കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഇങ്ങനെ വിൻഡ് മിൽസാണ്. നമുക്ക് സേലം, മധുരൈ, നാഗർകോവിൽ, തിരുനെൽവേലി, നാഗർകോവിൽ അങ്ങനെ വരുന്നതായിട്ട് ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറയുന്നത് തിരുവനന്തപുരത്തേക്ക് പോകാനായിട്ട്. കഴിഞ്ഞ പ്രാവശ്യം അങ്ങോട്ട് പോയപ്പോൾ ഇവിടെ നിർത്തിയാണ് നമ്മൾ ഇൻട്രൊഡക്ഷനൊക്കെ ഷൂട്ട് ചെയ്ത് പോയത്. ഇവിടെ നിന്ന് യാത്ര തുടങ്ങി തിരിച്ച് അവിടെ തന്നെ നമ്മൾ എത്തിയിട്ടുണ്ട്. എൻ്റെ മൈക്ക് പ്രോബ്ലം ആയതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇറങ്ങിയൊരു വീഡിയോ എടുക്കാത്തത് കേട്ടോ. അപ്പോൾ നമ്മൾ എവിടെ നിന്ന് തിരിച്ചു അവിടെ തന്നെ തിരിച്ച് എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരുപാട് സന്തോഷമുണ്ട്. ഒപ്പം കൂടിയവർക്ക്, നമ്മുടെ ഈ ഒരു യാത്രയിലൊപ്പം കൂടിയ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പുതിയതായിട്ട് ഒരുപാട് പേര് നമ്മളോടൊപ്പം ഈ യാത്രയിൽ കൂടിയതായിട്ടും എനിക്കറിയാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഈ യാത്ര വിജയിപ്പിച്ച് തന്നതിൽ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ലാസ്റ്റ് ടോൾ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഒരു തടസ്സവുമില്ലാതെ നമ്മൾ വളരെ നല്ല രീതിയിൽ എന്ന് ഞാൻ പറയുന്നില്ല, വേറെ തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ലാതെ വളരെ സേഫായിട്ട് നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു സന്തോഷം വളരെ വലുതാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന കൊണ്ട് മാത്രമാട്ടോ സത്യം പറഞ്ഞാൽ ഒരു പോറൽ പോലും ഇല്ലാതെ നമുക്ക് തിരിച്ച് നാട്ടിൽ വണ്ടിക്കും ഒരു സ്ക്രാച്ച് പോലും ഇല്ലാണ്ട് നമുക്ക് തിരിച്ച് വീടെത്താൻ പറ്റിയതിൻ്റെ സന്തോഷത്തിലാണ്. തിരിച്ചു പോകും വഴി നമ്മുടെ ബാലരാമപുരം SPRൽ കയറി കഴിക്കുകയാണ്. മട്ടൺ വേണ്ട, കാരണം ഉച്ചയ്ക്ക് കഴിച്ചത് ഡൈജസ്റ്റ് ആയിട്ടില്ല. അതുകൊണ്ട് മട്ടൺ വേണ്ട. പക്ഷേ എനിക്കും വേദയ്ക്കും പൊറോട്ടയും ചിക്കൻ ഫ്രൈയും കഴിച്ചോളാം വയ്യ കേട്ടോ. പോരുന്ന വഴിക്കൊക്കെ നിറയെ തട്ടുകടകളൊക്കെ ഉണ്ടായിരുന്നു. കയറി കഴിക്കാൻ നോക്കിയിട്ട് പിന്നെ SPRൽ കയറി കഴിക്കാൻ കരുതി. അപ്പോൾ ഞാൻ ഇവിടെ കഴിക്കാൻ വന്നപ്പോൾ പെട്ടെന്ന് എന്നെ ചേച്ചി എന്നെ വിളിച്ചിട്ട് ശ്രീകുട്ടി എപ്പോൾ വന്നു, വരുന്ന വഴിയാണോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു ഫോട്ടോയൊക്കെ എടുത്ത ശേഷം പൊറോട്ടയും ചിക്കനും ഒക്കെ വാങ്ങിച്ച് വയറ് നിറച്ച് കഴിച്ചു കേട്ടോ. നോർത്തിലേക്കൊക്കെ പോയാൽ ഇങ്ങനെ കുറേ കുഞ്ഞു കടകളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് അവിടെ നിന്നും വാങ്ങിച്ച് കഴിച്ചാൽ പറ്റത്തില്ല, നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ വന്ന് തട്ടുകടയിൽ നിന്ന് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം അതൊന്ന് വേറെ തന്നെ കേട്ടോ. ഇത് തട്ടുകടയിൽ നിന്നല്ല ഞാൻ പറയുന്നത്, നമുക്ക് തട്ടുകടയിൽ നിന്ന് കഴിച്ചാലും വേറെ പ്രശ്നമൊന്നുമില്ല. ഞാൻ ആദ്യം ഒരു മട്ടൻ കറി പറഞ്ഞു കേട്ടോ. അപ്പം നോക്കിയപ്പോൾ ചിക്കൻ ഫ്രൈ നല്ല ക്വാണ്ടിറ്റി ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞു മട്ടൻ കറി വേണ്ട, ചിക്കൻ ഫ്രൈ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് പൊറോട്ടയും ചിക്കൻ ഫ്രൈയും ഒക്കെ വാങ്ങിച്ച് കഴിച്ചു. ഒരു ഒറട്ടിയുടെ വാങ്ങിച്ചു മട്ടൻ്റെ കൂടെ കഴിക്കാനായിട്ട്. പിന്നെ മട്ടൻ ക്യാൻസൽ ചെയ്തപ്പോൾ ആ ഒറട്ടിയും ചിക്കൻ ഫ്രൈയും വെച്ച് കഴിക്കേണ്ടി വന്നു. പക്ഷെ എന്ത് തന്നെ ആയാലും നല്ല ചൂട് ഫ്രൈയും ആ പൊറോട്ടയും ആ നിറയെ പൊടിയൊക്കെ വെച്ച് കഴിച്ചപ്പോൾ കിട്ടിയ ഒരു സന്തോഷം സമാധാനം ഉണ്ടല്ലോ, അത് വളരെ വലുതാണ്. അങ്ങനെ നമ്മൾ ഫുഡും കഴിച്ച് 8:30-9 മണിയോടെ വീടെത്തിയിരിക്കുകയാണ്. നീണ്ട 27 ദിവസങ്ങൾക്ക് ശേഷം ഫൈനലി നമ്മൾ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. കൂടിയവർക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് നന്ദി. ഇനി നമുക്ക് വീണ്ടും വീട്ടിലെ വിശേഷങ്ങളായിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.